ഉപ്പൂറ്റി വെടിച്ചുകൾ പൂർണ്ണമായിട്ടും മാറ്റാം. അതെങ്ങനെയാണെന്നുള്ളത് പറയാം. വീഡിയോയിലേക്ക് പോകാം. പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഉപ്പൂറ്റി വെടിച്ചീറൽ. ഉപ്പൂറ്റി വെടിച്ചീറൽ കാരണം വളരെയധികം സങ്കടങ്ങൾ നേരിടുന്നവരുണ്ട്. പുറത്ത് പോകുന്ന സമയത്ത് മറ്റുള്ളവർ കാണുമ്പോൾ എന്നാക്കാറുണ്ട്. എനിക്ക് ആ ഒരു രീതിയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഉപ്പൂറ്റി കണ്ടിട്ട് ചെരുപ്പ് ഊരിയിട്ട സമയത്ത് ഉപ്പൂറ്റി കണ്ട സമയത്ത് എന്നോട് ചോദിച്ചു ഇത് എന്തുവാ ഇങ്ങനെ ഇരിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതി പലർക്കും നിങ്ങളുടെ ഉണ്ടായിട്ടില്ലയോ? അപ്പോൾ നിങ്ങൾ അങ്ങനെ വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് മാറ്റിയെടുക്കാം. ഒരു എളുപ്പ മാർഗമുണ്ട്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് പറയുന്നത്. സമയമുള്ളപ്പോൾ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ ഉപ്പൂറ്റി വെടിച്ചീറൽ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം. എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് പറയാം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഉപ്പൂറ്റി വെടിച്ചീറൽ മാറ്റാൻ ഒരു എളുപ്പ മാർഗമാണ് പറയുന്നത്. ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ മുഖം നോക്കിയിട്ട് പറയും കുഴപ്പമില്ല, കാല് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു ഇതാണോ ഇങ്ങനെ ഇരിക്കുന്നത്, എന്തുവായതെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഉണ്ടായത്. അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും എൻ്റെ ഉപ്പൂറ്റി ഭാഗത്ത് വെടിച്ചീറൽ മാറണമെന്ന്. കാരണം നമ്മുടെ ഉപ്പൂറ്റി ഭാഗത്ത് ഓയിലിന്റെ അംശം, അതായത് നാച്ചുറലായിട്ട് ഉപ്പൂറ്റി നമ്മുടെ ബോഡിയിലെല്ലാം ഓയിൽ ഉൽപ്പാദിപ്പിക്കും. അപ്പൊ ഓയിൽ കുറഞ്ഞ സമയത്ത് പിന്നെ എൻ്റെ ശരീരത്തിൽ വീക്ക്നെസ് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് നല്ല പോലെ അതിൻ്റെതായ ബുദ്ധിമുട്ട് വരികയും അപ്പൊ വെടിച്ചീറൽ ഉണ്ടായതാണ് എനിക്കുണ്ട്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ചസും ഒക്കെ ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ഉപ്പൂറ്റി വെടിച്ചീറൽ എനിക്കുണ്ടായി. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും എൻ്റെ ഉപ്പൂറ്റിയുടെ ആ ഒരു വെടിച്ചീറൽ പൂർണ്ണമായിട്ടും മാറ്റണമെന്ന്. അങ്ങനെ ഞാൻ ചെയ്തൊരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഷോക്കായി. ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു, പക്ഷെ അപ്പോൾ ഒന്നും കിട്ടാതെ മാറ്റം ഈ കാര്യം ചെയ്തപ്പോൾ എനിക്ക് കിട്ടി. നിങ്ങൾക്കും കിട്ടും കേട്ടോ. രണ്ട് കാര്യമുണ്ട്. ആദ്യത്തെ ഒരു കാര്യം ചെയ്യണം, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. അത് രണ്ട് കാര്യം ഞാൻ എന്താണെന്ന് തുടക്കത്തിലെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും നമുക്ക് ആ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. ഉപ്പൂറ്റി വെടിച്ചീറൽ മാറ്റാൻ രണ്ട് കാര്യങ്ങളുണ്ട്. അതിലത്തെ ആദ്യത്തെ കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്ക്രബ് വിത്ത് പാക്കാണ് തയ്യാറാക്കേണ്ടത്. അതിനുവേണ്ടി നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള പാത്രം എടുക്കണം. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അത് എടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ആണ് അരിപ്പൊടി വേണ്ടത്. ഇവിടെ എടുത്തിരിക്കുന്നത് പുട്ടിനെടുക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അരിപ്പൊടിയാണെങ്കിലും ഉപ്പാണെങ്കിലും നമ്മുടെ ആ ഒരു ഉപ്പൂറ്റി ഭാഗത്തെ ഡെഡ് സ്കിൻ പെട്ടെന്ന് തന്നെ മാറ്റി ആ ഒരു ഉപ്പൂറ്റി സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ഇനി ഇത് മിക്സ് ആക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പച്ചപ്പാലാണ്. അതായത് കാച്ചാത്ത പാല് ചേർത്തിട്ടാണ് ഇതെല്ലാം നമ്മൾ മിക്സ് ആക്കി എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇടയ്ക്കിരിക്കുന്ന സമയത്ത് കുറച്ച് പാലെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിനകത്ത് കോട്ടൺ മുക്കിയിട്ട് നിങ്ങളുടെ ഉപ്പൂറ്റി ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുന്നതുമൊക്കെ ആ ഒരു സ്കിൻ സോഫ്റ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നെ ആ ഒരു ഉപ്പൂറ്റി ഭാഗത്തിന് ആ ഒരു സ്കിന്നൊക്കെ സോഫ്റ്റ് ആവുകയും വെടിച്ചീറലുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാകുന്നതുമാണ് പാലിൽ നിന്നും. അങ്ങനെ ഞാൻ പാല് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതങ്ങ് അധികം ലൂസായി പോകാൻ പാടില്ല. കുറച്ച് കട്ടയ്ക്ക്, അതായത് ഭയങ്കര കട്ടയ്ക്കല്ല, ഒരു നോർമൽ രീതിയിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു രീതിയിലായിരിക്കണം കിട്ടേണ്ടത്. ഇതാ ഞാൻ അങ്ങനെ നമ്മുടെ സംഭവം റെഡിയായി. ഇതാ ഉപ്പൂറ്റി ഭാഗത്തേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. ആ ഒരു സ്കിന്നിൻ്റെ ഹാർഡൊക്കെ കണ്ടോ നിങ്ങൾ, ഭയങ്കരമായിട്ട് സ്കിൻ ഡാമേജ് ആയിട്ടിരിക്കുകയാണ് ഉപ്പൂറ്റി ഭാഗത്തേത്. അവിടേക്ക് ഇതാ തേച്ച് പിടിപ്പിക്കണം. അതായത് നോർമൽ രീതിയിൽ നമ്മളൊരു മസാജ് ചെയ്താണ് ഇത് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഉപ്പൂറ്റി ഭാഗത്തെ സ്കിന്നിലേക്ക് നല്ല പോലെ ഇത് ഇറങ്ങിച്ചെല്ലും. അങ്ങനെ തേച്ചെല്ലാം ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഉണങ്ങാൻ വേണ്ടി നമ്മൾ 1 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം. ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്നും കൂടി മുകളിലൂടെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് തുടച്ച് മാറ്റേണ്ടതാണ്. സ്ക്രബ് ചെയ്യും തോറും നമ്മുടെ ആ ഒരു ഉപ്പൂറ്റി ഭാഗത്തെ ഡെഡ് സ്കിൻ പെട്ടെന്ന് തന്നെ റിമൂവ് ആവുന്നതാണ്. നിങ്ങൾ കണ്ടോ നല്ല പോലെ അവിടുന്ന് ആ ഒരു മാറ്റം കണ്ടോ, സ്കിൻ സോഫ്റ്റ് ആയത് കണ്ടോ. ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്യണേ കേട്ടോ. പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്ത് നിങ്ങൾ എന്തിന് പണം കളയണം? ഈ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഉപ്പൂറ്റി ഭാഗത്തെ വെടിച്ചീറൽ മാറ്റുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലെ കാര്യത്തേക്ക് പോകാം. ഇതൊരു നൈറ്റ് ക്രീമാണ്. ഒരു നൈറ്റ് ക്രീം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഉപ്പൂറ്റി ഭാഗത്ത് തേച്ച് പിടിപ്പിക്കണം. ഉപ്പൂറ്റി മാത്രമല്ല, കാല് ഫുള്ളായിട്ടും കൈകൾക്കൊക്കെ നിങ്ങൾക്ക് തേച്ച് പിടിപ്പിക്കാം. നമുക്ക് വേണ്ടത് നെയ്യാണ്. അത് 1 ടേബിൾ സ്പൂണാണ് നെയ്യ് വേണ്ടത്. ശുദ്ധമായിട്ടുള്ള നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അലവേറ ജെല്ലാണ്. അലവേറ ജെല്ല് നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അലവേറ ജെല്ലും ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കണം.
അപ്പോൾ ചെറിയ രീതിയിൽ ക്രീമായിട്ട് കിടക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. വിറ്റാമിൻ്റെ കുറവും നമ്മുടെ ഉപ്പൂറ്റി ഭാഗത്ത് ഉണ്ടാകുന്നതാണ്. പിന്നെ അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ആക്കണം. അപ്പോഴത്തേക്ക് ഇത് കണ്ടോ ഈ ഒരു രീതിയിലായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ടിന്നിലിട്ട് സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഞാൻ ഉപ്പൂറ്റി ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കേടുകൂടാതെ പുറത്ത് ഒരാഴ്ച വരെ ഈ ഒരു ക്രീം ഇരിക്കും. നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും കുറേ നാൾ ഇരിക്കും. പുറത്തിരിക്കുന്ന സമയത്ത് ഒരാഴ്ചയിൽ കൂടുതൽ പുറത്തിരിക്കില്ല. ഇത് നിങ്ങൾ നൈറ്റാണ് ഈ ഒരു ക്രീം നിങ്ങളുടെ ഉപ്പൂറ്റി ഭാഗത്തും കാലയിലും കയ്യിലും ഒക്കെ തേച്ച് പിടിപ്പിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ കിടന്നോളൂ. രാവിലെ ആകുമ്പോൾ നിങ്ങളുടെ ആ ഉപ്പൂറ്റിയുടെ സ്കിന്നിൻ്റെ ആ ഒരു ഷെയ്ഡ് കൂടുന്നതും സ്കിന്നിൻ്റെ ആ ഒരു സോഫ്റ്റ് ഒക്കെ ആവുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. സംഭവം കണ്ടോ, ഉപ്പൂറ്റി വെടിച്ചീറൽ മാറിയതൊക്കെ കണ്ടോ, അതിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ കണ്ടോ, എളുപ്പമല്ലയോ? എന്തായാലും നിങ്ങൾ ചെയ്യണേ, ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് പറയണേ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ലൈക്ക് ആയിട്ടുള്ള തരാൻ മറക്കല്ലേ. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.